ഇന്ന് ലോക തണ്ണീർത്തട ദിനം. ഓരോ ദിനാചരണങ്ങളും അവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംരക്ഷിക്കപ്പെടേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യരാശി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ് തണ്ണീർത്തടങ്ങൾ. ഭൂമിയെ ജീവനൊറ്റതാക്കുന്നതിൽ തണ്ണീർത്തടങ്ങളും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ അത് പശ്ചിമഘട്ടവും തീരദേശവുമടക്കം വിശാലമായി പടർന്നു കിടക്കുകയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തി പാരിസ്ഥിതിക സ്വഭാവത്തെ പരിപാലിക്കുക എന്ന മഹത്തായ പങ്കാണ് തണ്ണീർത്തടങ്ങൾ വഹിക്കുന്നത്. അതുകൊണ്ടുതന്നെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിരമായ ഉപയോഗവും അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അവ നൽകുന്ന എല്ലാ സേവനങ്ങളും ജനങ്ങൾക്കും പ്രകൃതിക്കും വേണ്ടി. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1971 ഫെബ്രുവരി 2 ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് വെച്ച് അന്തർദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെക്കുറിച്ച് നടത്തിയ കൺവെൻഷന്റെ പശ്ചാത്തലത്തിലാണ് അന്നേ ദിവസം ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കാനും അന്ന് തീരുമാനമായി. കരപ്രദേശങ്ങൾക്കും തുറന്ന ജലനിരപ്പിനുമിടയിൽ കിടക്കുന്ന ജലപൂരിതമോ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ആയ അവസ്ഥാന്തര മേഖലകളാണ് തണ്ണീർത്തടങ്ങൾ. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ റംസാർ തണ്ണീർത്തട വ്യവസ്ഥയാണ് വേമ്പനാട്ടുകോൾ. ഏതാണ്ട് ഒരേ തരത്തിലുള്ള പരിസ്ഥിതി ധർമ്മവും ഭൂപ്രകൃതിയുമായതിനാൽ വേമ്പനാട്ടുകോൾ ഒരു തണ്ണീർത്തട സമുച്ചയമായി അംഗീകരിച്ചിരിക്കുന്നു. നേരിട്ടുള്ള നികത്തലും കളിമൺ ഖനനവും കയ്യേറ്റവും കൂടാതെ വ്യവസായവൽക്കരണം, കണ്ടൽക്കാടുകളുടെ നശീകരണം, മണ്ണിടിച്ചിൽ, അധിനിവേശ കളകൾ, അശാസ്ത്രീയമായ മത്സ്യകൃഷി, വിസർജ്യങ്ങളും മറ്റു മാലിന്യങ്ങളുടെയും തള്ളൽ, മറ്റു തരത്തിലുള്ള വളം, കീടനാശിനി മുതലായ രാസവസ്തുക്കൾ കലർന്നുള്ള മലിനീകരണം എന്നിങ്ങനെ തണ്ണീർത്തടങ്ങൾ നേരിടുന്ന ഭീഷണികൾ പലതാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സമയമായിരിക്കുന്നു ആ ജീവദായിനികളെ പുനരുജ്ജീവിപ്പിക്കാൻ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.